بسم الله الرحمن الرحيم. ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1377 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 20-21 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ് ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 20-21 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏകത്വവും പാരത്രിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യമൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്ന വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങളെ ചരിത്രത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമൊക്കെയായിട്ടുള്ള ദൈവിക സൂചനകളെ പരാമർശിക്കുകയാണ് സൂറത്തുർ റൂമിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന ഖുറൈശികൾ ഉൾപ്പെടെയുള്ള സമൂഹം അവര് തുടരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും സത്യദീനിനെ തള്ളിക്കളയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ചരിത്രത്തിലും പ്രപഞ്ച സംവിധാനത്തിലും ഒക്കെയായിട്ട് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടി അവയെ പരാമർശിച്ചുകൊണ്ട് മക്കയിലെ ആളുകളെ വിശേഷിച്ച് അതുപോലെ ചരിത്രത്തിലുടനീളം വിശുദ്ധ ഖുർആൻ കേൾക്കാനും പഠനവിധേയമാക്കാനും ഒക്കെ അവസരം കിട്ടുന്ന ആളുകളെ പൊതുവായും അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ അല്ലാഹു പരാമർശിക്കുന്നത്. ഇവിടെ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ഒക്കെ അല്ലാഹു പുറത്തു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അല്ലാഹു രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രഹസ്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ഭൂമിയെ മൃതപ്രായമായ അവസ്ഥയിലായി കിടക്കുമ്പോൾ അതിനെ ജീവസുറ്റതാക്കി മാറ്റുന്നത് അല്ലാഹുവാണ്. അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പുനരുത്ഥാനവും എന്നാണ്, പുനരുജ്ജീവിപ്പിക്കലും എന്നാണ് അല്ലാഹു അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. ഭൂമി
അല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗം മൃതപ്രായമാവുക എന്നത് എല്ലാവർക്കും തന്നെ നിത്യേന എന്നോണം കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. കാലാവസ്ഥയുടെ മാറ്റം അനുസരിച്ച് അല്ലെങ്കിൽ ചില ഭൂപ്രദേശങ്ങൾ ദീർഘമായ കാലം മഴയില്ലാതെ ഉണങ്ങി വരണ്ട് ജീവന്റെ തുടിപ്പോ ത്രസിപ്പോ ഒന്നുമില്ലാത്ത വിധത്തിലായി മാറി. അവിടെ ഇനി വീണ്ടും ജീവൻ ഉണ്ടാവുക എന്നത് അസാധ്യമാണ് എന്ന് പോലും തോന്നിപ്പോകുന്ന അവസ്ഥയിൽ എത്തിയതിനു ശേഷം അവിടെ മഴ വർഷിപ്പിച്ച് അതിനെ ഹരിതാപമാക്കി മാറ്റി, ജീവജാലങ്ങളുടെ സാന്നിധ്യം ഉള്ളതാക്കി മാറ്റി, അള്ളാഹു ആ ഭൂപ്രദേശത്തിനെ ജീവസുറ്റതാക്കി മാറ്റുന്നത് എല്ലാവർക്കും തന്നെ നിത്യേന എന്നോണം കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. ഈ ഒരു സംഗതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത്രയും ലളിതമാണ്, ഇത്രയും നിസ്സാരമാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരെയും പുനർജീവിപ്പിച്ചു കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ജീവന്റെ തരിമ്പും അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ കിടക്കുന്നുണ്ടാവും. അതിനെ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് ജീവസുറ്റതാക്കി മാറ്റുന്നത് അള്ളാഹുവിന്റെ പ്രകൃതിപരമായ ഒരു സംവിധാനമാണ്. ഈ സംവിധാനം ഇവിടെ പ്രവർത്തനക്ഷമമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമൊന്നുമില്ല. എന്നാൽ മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യര് ഈ മണ്ണിൽ നിന്ന് തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കുന്നതിന് ആളുകൾ വലിയ ആവേശം കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കാണാൻ കഴിയും. അള്ളാഹു അതിപ്പോ നമുക്ക് പ്രത്യക്ഷീഭവിപ്പിച്ച് കാണിച്ചു തന്നിട്ടില്ല എന്നേ ഉള്ളൂ. മരിച്ചുപോയ ആളുകളുടെ ഒക്കെയും ശരീരത്തിന്റെ അവശിഷ്ടങ്ങള്, അതിന്റെ DNA എലിമെന്റ്സ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും. അതിന്റെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളരെ സൂക്ഷ്മമായ ഒരു അംശം മാത്രമേ ഓരോ വ്യക്തിയെയും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടതുള്ളൂ. അത് മാത്രം വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാകുന്നതോടുകൂടി എല്ലാവരും വീണ്ടും ജീവിതമുള്ള അല്ലെങ്കിൽ ജീവനുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരും എന്നതാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്ന കാര്യം. പ്രായോഗികമായി അതെങ്ങനെ സംഭവിക്കുന്നു എന്നത് ആലോചിച്ച ആളുകൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നതാണ്. പ്രകൃതിയിൽ തന്നെ ഭൂമി മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ജീവന്റെ തുടിപ്പൊന്നും ഇല്ലാതെയായി മാറിയതിനു ശേഷം അള്ളാഹു വളരെ ക്യുക്കായ വിധത്തില് ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റുന്നു എന്നത് കാണുന്നത് തന്നെ ഈ കാര്യം ബോധ്യപ്പെടാൻ മതിയായ പ്രാപഞ്ചികമായ തെളിവാണ്, ദൃഷ്ടാന്തമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു മനുഷ്യനുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദൃഷ്ടാന്തങ്ങൾ ഇവിടെ പരാമർശിക്കുകയാണ്. നമ്മൾ ഇന്ന് വായിച്ച 20-21 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് അങ്ങനെ ചില സംഗതികളാണ്. സമഗ്രമായി ഈ പ്രപഞ്ചത്തെയും അതിലെ സംവിധാനങ്ങളെയും ആസൂത്രണം ചെയ്ത് അതിലെ മുഴുവൻ സംഗതികൾക്കും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചനാഥനുണ്ട് എന്ന കാര്യം, അവന് മനുഷ്യനെ സൃഷ്ടിച്ചതില് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യവും ബോധ്യപ്പെടാൻ ഏറ്റവും ഏറെ ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. വമിൻ ആയാത്തിഹി, അവന്റെ അത്യത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെയൊക്കെയും അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത്. നിങ്ങളെ തുറാബിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് അവന്റെ അത്ഭുതകരമായൊരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. അത് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ എങ്ങനെയാണ് ബാഹ്യമായ ഈ ഭൂതലത്തിന് ബാഹ്യമായ മേഖലകളിലുള്ള യാതൊന്നും അടങ്ങാതെ ഈ ഭൂതലത്തിലുള്ള സംഗതികള്, രാസ ഘടകങ്ങള് മാത്രം
പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നു അള്ളാഹു എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വിസ്മയകരമായിട്ട് അനുഭവപ്പെടും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായ ഒരു കാര്യമല്ല. പക്ഷെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നിരീക്ഷിക്കുകയും പഠനം നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതകരമായ ഒരു പ്രതിഭാസം തന്നെയാണ്. വമിൻ ആയാത്തിഹി അൻ ഖലഖക്കും മിൻ തുറാബ്, മണ്ണിൽ നിന്ന് നിങ്ങളെയൊക്കെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചിട്ട് തുടർന്ന് പറയുന്നത് സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ, തുടർന്ന് നിങ്ങളതാ ഒരു മർത്യ സമൂഹം എന്ന നിലക്ക് ഭൂമുഖമാകെ വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു ആദ്യത്തെ മനുഷ്യ സൃഷ്ടിപ്പ് നടത്തിയതിനെയാണ് മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരാമർശിക്കുന്നത്. അതിനെ തുടർന്ന് നിങ്ങളിതാ ബശർ എന്ന നിലക്ക്, മനുഷ്യ സമൂഹം അല്ലെങ്കിൽ മനുഷ്യവർഗം എന്ന നിലക്ക് തൻതശിറൂൻ, നിങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യോൽപത്തി മുതൽ ഇന്നു വരെയുള്ള ദീർഘമായ കാലയളവിൽ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലൂടെയായി ഭൂതലത്തിന്റെ നേരത്തെ മനുഷ്യ സ്പർശമേറ്റിട്ടില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ മനുഷ്യരുടെ സ്പർശനം ഉണ്ടാവുന്നതും അവിടത്തേക്കൊക്കെ മനുഷ്യവാസം ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് വളരെ സുന്ദരമായ ഒരു കാഴ്ച അനുഭവമായിട്ട് മനസ്സിൽ കാണാൻ സാധിക്കും. വേണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു ആപ്പ് നിർമ്മിച്ചാൽ ഓരോ വർഷവും ഭൂമിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടായി വരുന്ന ഇടങ്ങൾ അടയാളപ്പെടുത്താൻ ഒരു ബട്ടൺ അമർത്തിയാൽ അതിന്റെ വ്യാപനം കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനുഷ്യ സമൂഹം അതിന്റെ പ്രഭവ സ്ഥാനത്ത് നിന്ന് സമീപ പ്രദേശങ്ങളിലേക്കും പിന്നെ അവിടുന്ന് അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലേക്കും അങ്ങനെ ഭൂമിയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ലാത്ത എല്ലാ മുക്കുമൂലകളിലുമായിട്ട് മനുഷ്യ സമൂഹം വ്യാപിക്കുന്നത് അതിന്റെ ഒരു ചിത്രം മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. വന്യമായി കിടക്കുന്ന പ്രദേശങ്ങൾ, കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ, മനുഷ്യന്റെ സാന്നിധ്യം കാരണമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത പ്രദേശങ്ങൾ നോക്കി നിൽക്കെ മനുഷ്യവാസം കൊണ്ട് അവിടെ വലിയ മാറ്റം ഉണ്ടായി വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് നിരന്തരം എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുക. ജനവാസം ഇല്ലാതിരുന്ന പ്രദേശങ്ങൾ, അതിനുവേണ്ട സാമൂഹ്യ ശാസ്ത്രവും അതിനുവേണ്ട സാമ്പത്തിക ശാസ്ത്രവും ഒക്കെ നമുക്ക് പഠന വിധേയമാക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യരുടെ ഒരു പ്രത്യേകത തന്നെ, കുടുംബങ്ങള് ഒരു നിർണിതമായ ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ആ കുടുംബങ്ങൾ ആ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് സാധ്യമല്ലാതായി മാറും. പല കാരണങ്ങളും അതിനുണ്ടാകും. അഭിപ്രായ ഭിന്നത ഒരു കാരണമാവാം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാവാനുള്ള എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് ഇനിയിപ്പോ എല്ലായ്പ്പോഴും അവരെങ്ങനെ കണ്ടുകൊണ്ട് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തില്, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ട് ഏറ്റുവാങ്ങുന്ന വിധത്തില് അവരെ മുന്നിൽ തന്നെ നമ്മൾ നിൽക്കണ്ട എന്നൊക്കെ തോന്നുന്ന മനുഷ്യപ്രകൃതമുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് മനുഷ്യൻ അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കുറച്ച് അകലേക്കൊക്കെ മാറി അവിടുന്ന് വീണ്ടും അകന്നങ്ങനെ പോയി. അങ്ങനെ വർഷങ്ങള്, പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും ഒക്കെ ആയി മാറുന്നതിനനുസരിച്ച് ലോകത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലേക്കും മനുഷ്യവാസം എത്തുന്ന ഒരു കാഴ്ച നമ്മൾ നിരന്തരം കാണുകയാണ്. ഇതിന്റെയൊക്കെ തുടക്കം മണ്ണിൽ നിന്ന് അള്ളാഹു ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ്. അതിൽ നിന്ന് ആ മനുഷ്യന്റെ ഇണയെയും സൃഷ്ടിച്ചു. തുടർന്ന് അള്ളാഹു അവരുടെ വംശവർദ്ധനവിന്റെ നൈരന്തര്യം ഒരു വിസ്മയകരമായ പ്രക്രിയയായിട്ട് അവൻ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയുടെ
മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലേക്കുമായിട്ട് മനുഷ്യവർഗം അങ്ങനെ വ്യാപിച്ച് എത്തുന്ന ഒരു കാഴ്ചയാണ് അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ആരാണ് ഇത് ആസൂത്രണം ചെയ്യുന്നതെന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്? ഇത്രയും വലിയൊരു ജനസഞ്ചയം അല്ലെങ്കിൽ ഒരു വലിയ ഒരു പോപ്പുലേഷൻ, അതിനൊക്കെ തീറ്റിപ്പോറ്റി നിലനിർത്താൻ വേണ്ട വിഭവങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന കാര്യം ആരാണ് ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? എന്തായാലും മനുഷ്യനൊരു ഉത്ഭവം ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ആപ്പ്, നമ്മൾ കമ്പ്യൂട്ടർ ആപ്പ് വെച്ചുകൊണ്ട് ആർക്കും ബോധ്യപ്പെടാൻ സാധിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ മാപ്പിൽ, ഇപ്പോഴത്തെ ഗൂഗിൾ മാപ്പ് അതിന് പറ്റിയൊരു മോഡലാണ്. ഗൂഗിൾ മാപ്പിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ലാത്ത ഒരു റോഡ്, ഒരു വീട്, ഒരു പ്രദേശം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒക്കെ പുതിയ വർഷത്തിലെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ അതുണ്ടായിരുന്നില്ല. ഈ വിധത്തിൽ പുറകോട്ട് അങ്ങനെ സഞ്ചരിച്ചാല് നമ്മളിപ്പോ താമസിക്കുന്ന പ്രദേശമൊക്കെ ഒരു ഒന്നുകിൽ വളരെ കാട് കെട്ടിക്കിടക്കുന്ന ഒരു വനം പോലെയുള്ള പ്രദേശമായിരുന്ന കാലം ഉണ്ടാവും, അല്ലെങ്കിൽ മരുഭൂമി പോലെ ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന ഒരു കാലം ഉണ്ടാവും. അങ്ങനെ പുറകോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാല് ഓരോ നിമിഷങ്ങളിലും ഭൂമുഖത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടത് നമുക്ക് വളരെ ലളിതമായി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതിന്റെ നാൾ വഴികളെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ പുറകോട്ട് എങ്ങനെ സഞ്ചരിച്ചാൽ ആഫ്രിക്കയിൽ ജനവാസം തന്നെ ഉണ്ടായിരുന്നില്ലാത്തൊരു കാലത്തെത്തും, യൂറോപ്പില് മനുഷ്യ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലത്തും, ഏഷ്യയില് ഒരു പ്രത്യേക ഇടത്തിലും മാത്രമേ മനുഷ്യരുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാലത്ത്, ഓസ്ട്രേലിയയില് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, മനുഷ്യരെന്ന് പറഞ്ഞ ഒരു വർഗം തന്നെ ഉള്ളതായിട്ട് അറിയപ്പെട്ടിരുന്നില്ലാത്തൊരു കാലം. ഇങ്ങനെ പുറകോട്ടങ്ങനെ സഞ്ചരിച്ചാല് മനുഷ്യൻ ഭൂമുഖത്താകെ വ്യാപിച്ചതിന്റെ നാൾ വഴികൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന് തുടക്കമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ആ തുടക്കത്തിൽ നിന്ന് പിന്നെ ക്രമപ്രവൃദ്ധമായ രീതിയിൽ മനുഷ്യൻ ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് സമാന്തരമായിട്ട് അവന്റെ ഭാഷയിലും സംസ്കാരത്തിലും തൊലിവർണ്ണത്തിലും മാറ്റമുണ്ടായി വന്നതായി ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അത് വളരെ വിസ്മയകരമായ ഒരു പ്രതിഭാസമാണ്. ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളായിരുന്ന ഒരു സമൂഹം പല ഭാഷകൾ സംസാരിക്കുന്നവരായി മാറിയതും പല വ്യത്യസ്തമായ തൊലിവർണ്ണമുള്ളവരായി മാറിയതും ഒക്കെ വളരെ കൗതുകകരമായ ഒരു പ്രതിഭാസമാണ് എന്നത് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖക്കും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്ന് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്, ഒരു ദൃഷ്ടാന്തമാണ്. സുമ്മ ഇദാ അൻതും, പിന്നീട് അതാ നിങ്ങൾ അതിനെ തുടർന്ന് ബശറുൻ തൻതശിറൂൻ, അങ്ങ് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന മർത്യരായി, മനുഷ്യവർഗമായി മാറിയിരിക്കുകയാണ്. അള്ളാഹു മനുഷ്യനെ ആദ്യമായി സൃഷ്ടിക്കുകയും പിന്നീട് അവന്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്ത് തുടർന്ന് അവര് ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു വർഗം എന്ന നിലക്ക് അങ്ങനെ വംശവർദ്ധനവിലൂടെ ഭൂമുഖത്താകെയായിട്ട് വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അതിന്റെ ചരിത്രം, സാമൂഹ്യ ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം ഒക്കെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് പഠന വിധേയമാക്കാൻ സാധിക്കും. വളരെ അത്ഭുതം നമുക്ക് പകർന്നു തരുന്ന, നമ്മളെ വിസ്മയിപ്പിക്കുന്ന പല സംഗതികളും ഈ മനുഷ്യന്റെ ഈ വ്യാപനത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. പലപ്പോഴും ഇതിന്റെ മനുഷ്യന്റെ പ്രഭവമുണ്ടായത്, ഉത്ഭവമുണ്ടായത് ഏത് പ്രദേശത്താണ് എന്നത് സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ മനുഷ്യർ നടത്തിയതും അത് സംബന്ധമായി എത്തിച്ചേർന്നിട്ടുള്ള ധാരണകളും ഒക്കെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഖുർആൻ നൽകുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് അത് സംബന്ധമായിട്ട് എത്താൻ സാധിക്കും. ഞാൻ അതിലേക്ക് ഇപ്പോ കടക്കുന്നില്ല. അതിന് ഉചിതമായ സന്ദർഭത്തിൽ ആ വിഷയം
ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തുടർന്ന് അള്ളാഹു പറയുന്നത് വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ അതിവിസ്മയകരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വമിൻ ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലക്കും, നിങ്ങൾക്കായി അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള അസ്വാജ ഇണകളെ, നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ഇണകളെ അള്ളാഹു നിങ്ങൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എന്തിനാണ്? ലിതസ്കുനു ഇലൈഹ, അവളിൽ നിങ്ങൾക്ക് മനഃശാന്തി കണ്ടെത്തുന്നതിന് വേണ്ടി. പലപ്പോഴും വിവാഹവേദികളിൽ ആവർത്തിച്ച് ഉദ്ധരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയൊക്കെ ചെയ്യാറുള്ള ഒരു ആയത്താണിത്. ഈ ആയത്ത് ഞാൻ പ്രത്യേകമായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല, കാരണം അത്രയും തവണ ആവർത്തിച്ച് കേൾക്കാൻ നമ്മുടെ ഈ സദസ്സിലുള്ള മിക്കവാറും ആളുകൾക്ക് അവസരം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ജഅല ബൈനക്കും, എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾക്കിടയിൽ അവൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു മവദ്ദതൻ വറഹ്മ, സ്നേഹവും കാരുണ്യവും. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഒരു അടിത്തറയായിട്ട് അള്ളാഹു വെച്ചിരിക്കുന്ന രണ്ട് ഇമോഷൻസ് ആണത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയാം. സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം അവർക്കിടയിലുള്ള പ്രണയം കലർന്ന അല്ലെങ്കിൽ പ്രണയം ഉൾച്ചേർന്നിട്ടുള്ള ഒരു ആകർഷണമുണ്ട്. ആ കാര്യമാണ് മവദ്ദത്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും അനുഭവപ്പെടുന്ന ഒരു ഇഷ്ടത്തിന്റെ ഒരു അടിത്തറ, ഒരു മവദ്ദത്ത് എന്ന് പറയുന്നത് ആ ഒരു വികാരമാണ്. പ്രണയാർദ്രമായ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെ പറയാതെ. അതുപോലെ റഹ്മത്ത്, രണ്ടും ഒരേ ഇമോഷന്റെ രണ്ട് തലങ്ങളാണ്, രണ്ട് എക്സ്ട്രീംസ് ആണെന്ന് കാണാൻ കഴിയും. ഒരിക്കലും തന്നെ ആരോടെങ്കിലും കാരുണ്യം തോന്നിയിട്ടല്ല ഒരു സ്ത്രീക്ക് പുരുഷനോടോ പുരുഷന് സ്ത്രീയോടോ ഒരു ഇന്റിമസി ഉണ്ടായി വരുന്നത്. അതില് പ്രണയമുണ്ട്, കാമമുണ്ട്, ലൈംഗികമായ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ അതിനൊരു പ്രചോദനവും പ്രേരണയും ഒക്കെ ആയിട്ട് വർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിലൂടെ വളർന്നു വരുന്ന ഒരു ഇമോഷനാണ്, അതിന്റെ വേറൊരു എക്സ്ട്രീമായിട്ട് നിലകൊള്ളുന്ന ഒരു ഇമോഷനാണ് റഹ്മത്ത് എന്ന് പറയുന്നത്, കാരുണ്യം. അത് പരസ്പരം ഒരു വല്ലാത്തൊരു പരിഗണന നൽകാനുള്ള ഒരു പ്രേരണ, ഉള്ളുന്നുണ്ടാവുന്ന ഒരു പ്രേരണ. മവദ്ദത്ത് യഥാർത്ഥത്തില് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഈ റഹ്മത്ത് എന്ന് പറയുന്നത് അതിന്റെ പ്രോഫിറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും കൂടിക്കലർന്നുകൊണ്ടുള്ള മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് സ്ത്രീക്കും പുരുഷനും തമ്മിൽ നിലനിൽക്കുന്നത്. മവദ്ദത്ത് ഇല്ലാതെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നതിൽ ഒരു വൈരുദ്ധ്യവും അല്ലെങ്കിൽ ഒരു അസ്വാഭാവികത അടങ്ങിയിട്ടുണ്ട്. മവദ്ദത്ത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു ഇമോഷനാണ് ഈ റഹ്മത്ത് എന്നതും ആ ക്രമത്തിൽ അത് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ വിധത്തില് ആണിനും പെണ്ണിനും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക എന്നത്. മവദ്ദത്തും റഹ്മത്തും ചേർന്നുകൊണ്ടുള്ള ഒരു വൈകാരികമായ ആകർഷണീയത അവർക്കിടയിൽ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസം. അങ്ങനെ ഒരു ഇമോഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ വിവാഹം എന്നൊരു സംവിധാനം തന്നെ നിലനിൽക്കില്ല. അത് ഒരുപാട് സാക്രിഫൈസ് ആവശ്യമുള്ള, ഒരുപാട് ത്യാഗം ആവശ്യമുള്ള ഒരു കാര്യമാണ് വിവാഹം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് നിലനിൽക്കുന്നതിന്
ഒരു വലിയ അളവിലുള്ള വിട്ടുവീഴ്ച, ത്യാഗം, അതുപോലെ പ്രയാസങ്ങളെ അനുഭവിക്കാനുള്ള സന്നദ്ധത, ഇതൊക്കെ ആവശ്യമുണ്ട്. വലിയ പ്രതിബദ്ധതയും ആവശ്യമുണ്ട്. ഈ പ്രതിബദ്ധതയും ഈ ത്യാഗമനസ്കതയും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ മാത്രമേ ആ ഒരു സംവിധാനം നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്ന ഒരു അവസ്ഥയായി മാറും. ചില വിവാഹങ്ങൾ അങ്ങനെ അത് ഒരു നമ്പിനെസ് വന്ന പോലെ അനുഭവപ്പെടും. അതില് ഒരു ഇമോഷൻ വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ വിവാഹങ്ങൾക്കൊക്കെ വരാൻ അപൂർവമായിട്ടെങ്കിലും സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നതാണ്. അത് അള്ളാഹു ഉദ്ദേശപൂർവം സൃഷ്ടിച്ചു വെച്ചതാണ്. ആണിനും പെണ്ണിനും ഇടയിലും അബദ്ധത്തിന്റെയും റഹ്മത്തിന്റെയും ഒരു പാഷൻ വർക്ക് ചെയ്യണം എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വേറെ നിലക്ക് ആലോചിച്ചാൽ ആണിനും പെണ്ണിനും ഇടയിൽ അങ്ങനെ ഒരു വൈകാരികത എന്നൊരു സംഗതി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കുടുംബം എന്നൊരു സംഗതി ഉണ്ടാവില്ല. അതുപോലെ വംശവർദ്ധനവ് എന്നൊരു സംഗതി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇനി മറ്റൊന്ന്, കുടുംബം എന്ന ഒരു സംഗതി വളരെ ഫലപ്രദമായി ഉണ്ടാവുമ്പോഴാണ് മനുഷ്യന് വീട് എന്നൊരാശയം വളരെ വലിയൊരു സമ്മർദ്ദമായിട്ട് വരിക. എപ്പോഴും നോക്കുന്നുണ്ട്, കല്യാണം കഴിച്ച് 1-2 മക്കളാകുന്നതോട് കൂടിയാണ് നമ്മുടെയൊക്കെ സംസ്കാരത്തില് ആളുകൾ കപ്പിൾസ് വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അത് കമ്പോളത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളതൊന്ന് പഠിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. വീടുണ്ടാക്കാൻ ആളുകൾ ആവേശം കാണിക്കുന്നില്ലെങ്കിൽ നിർമ്മാണ രംഗം ഒട്ടും തന്നെ നമ്മൾ കാണുന്ന പോലെ ഡൈനമിക് ആവുകയില്ല. അപ്പൊ ഉൽപാദന രംഗം വളരെ മാന്ദ്യമുള്ള ഒരു അവസ്ഥയിലായിരിക്കും. നിർമ്മാണം വേണ്ടി വരുന്നത് അതിന് കൺസംഷൻ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സംഗതികൾക്ക് ആവശ്യക്കാരുണ്ടാവുകയും അത് ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മുടെ ഫാക്ടറികളൊക്കെ പ്രവർത്തനക്ഷമമാവുക. അപ്പോഴാണ് തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവുക. പണം മുടക്കുന്ന ആൾക്ക് ലാഭം ഉണ്ടായി വരല്, അങ്ങനെയുള്ള പ്രയത്നങ്ങൾ നിരന്തരമായി നടക്കുമ്പോഴാണ്. അത് നടക്കാതെ ആകുമ്പോ കുടുംബം എന്ന കോൺസെപ്റ്റ് ഇല്ലാണ്ടാവുമ്പോ ഓരോരുത്തർ അയാൾക്ക് ചുരുണ്ടുകൂടാനുള്ള ഒരു മാളം എന്നൊരു ആശയത്തിലേ ഉണ്ടാവുള്ളൂ. പരമാവധി എത്ര ഉണ്ടാവുള്ളൂ, എത്ര തലമുറകളോളം നിലനിൽക്കും എന്നത് വളരെ ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ നമ്മളൊക്കെ മരിച്ചു പോണവരെ അത് നിലനിൽക്കണമല്ലോ. അപ്പോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുരുണ്ടുകൂടുക, അല്ലെങ്കിൽ നമ്മളുടെ മിനിമം ആവശ്യങ്ങൾക്കുള്ള ഒരു സംവിധാനമൊക്കെ ഒരുക്കുക എന്നതിനപ്പുറത്തേക്ക് അത് വരില്ല. അത് തന്നെ ഇപ്പൊ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ ആണും പെണ്ണും പരസ്പരം വിവാഹിതരാകുന്ന ഒരു സംസ്കാരമാണെങ്കിൽ ഇതൊരുപാട് കുറയും. വീട് നിർമ്മാണത്തിന്റെ മറ്റൊരു യൂണിറ്റ് ഫോം ചെയ്യണതിന്റെ ഒക്കെ അനിവാര്യത വളരെ കുറഞ്ഞു വരും. അതിൽ വേറൊരു സംഗതി ഉണ്ടാകാൻ പോകുന്നത്, മനുഷ്യർക്കിടയിലെ വിവിധ വിഭാഗങ്ങൾ പരസ്പരം ഇഴുകിച്ചേരുന്ന രക്തബന്ധവും വിവാഹബന്ധവും ഒക്കെ ആയി മാറുമ്പോഴാണ് ഒരു സംസ്കാരം ഉണ്ടായി വരുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണല്ലോ. നമുക്കത് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കാണാൻ കഴിയും. ഇപ്പൊ പ്രസവം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് എന്തെല്ലാം ആചാരങ്ങള്, എന്തെല്ലാം രീതികൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോ ഇത് ഒരു സംസ്കാരമാണ്. അത് ഇപ്പം നമ്മൾ സാധാരണ പറയാറുള്ള ഇപ്പം മുടി കളയുന്ന ഒരു സംഗതി, അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. പ്രസവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി വെക്കുക എന്നുള്ളത്, അതിനാളെ സഹായത്തിന് നിർത്തുക എന്നുള്ളത്, അതുപോലെ അതിനു വേണ്ട പരിചരണത്തിനുള്ള സംവിധാനം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തു വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് ഒരു സംസ്കാരത്തിന്റെ അടിത്തറയാണ്. കുടുംബം എന്നൊരു സംഗതി ഇല്ലാതെയായാൽ, ഈ വിവാഹം എന്നൊരു സംഗതി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ, രണ്ട് സ്ട്രെയിഞ്ചായ കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകാൻ വേറെ അവർക്കിടയിൽ ഒരു പാലം ഇടാൻ ഒരു സംവിധാനവും വേറെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ 2 പ്രമുഖമായ കുടുംബങ്ങള് ഒരു നാട്ടിലെ, അതിന് ഒരു കുടുംബത്തിൽ പെട്ടവരാണ് മറ്റേ പ്രമുഖമായ കബീലയിലെ ഒരു പെണ്ണുമായി വിവാഹം നടക്കുന്നതോടുകൂടിയാണ് അവിടെ ഒരു റാപ്പോ ഒരു ബന്ധമുണ്ടായി വരുന്നത്. അതാണ് കുടുംബങ്ങളെ പരസ്പര ബന്ധമുള്ള ഒരു സംസ്കാരത്തിന്റെ ഒരു നിർമ്മിതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം. ഇതില്ലെങ്കിൽ ഉൽപാദനമില്ല,
അതുപോലെ സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല, നമ്മൾ പറയുന്ന വികസനം ഉണ്ടാവുകയില്ല. എന്തിനാണ് വികസനം വേണ്ടി വരുന്നത്? പുതിയ വീടുകള്, പുതിയ താമസ സ്ഥലങ്ങള്, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ആരാധനാലയങ്ങള്, ഇതൊക്കെ വേണ്ടി വരുമ്പോ ആ പ്രദേശത്തേക്ക് റോഡ്, വൈദ്യുതി, ഇങ്ങനെയൊക്കെ എത്തിക്കൊണ്ട് ഇങ്ങനെ തുടരെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ നിരീക്ഷണ കാലത്ത് തന്നെ ജനവാസം ഉണ്ടായിരുന്നില്ലാത്ത പല പ്രദേശങ്ങളിലേക്കും ആളുകള്, ഭൂമി വില കുറവാണ് അവിടെ വാങ്ങിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിടെ വെള്ളം കയറുന്നതാണ്ട്, ഇത് ഒഴിവാക്കി വേറൊരിടത്തേക്ക് പോവാം, അവിടെ വെള്ളം കയറൂല, വെള്ളം നല്ല കിട്ടുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ വിധത്തില് മനുഷ്യര് ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും മവദ്ദത്തും റഹ്മത്തും അനുഭവപ്പെടുന്ന വിധത്തില് അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. അതില്ലെങ്കിൽ ആ ആകർഷണം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം, ഇപ്പോ റഷ്യൻ പ്രസിഡന്റും ഞാനും ഈ ഭൂമുഖത്ത് എത്ര കാലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടില്ലല്ലോ. അയാൾക്ക് എന്നെ അറിയില്ല, എനിക്ക് അയാളെ അറിയില്ല, ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? അങ്ങനെ ഒരു നെസസിറ്റി ഇല്ലാതെ ആണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ റാപ്പോ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടറാണ് ഈ സ്ത്രീ പുരുഷ ആകർഷണീയത എന്ന് പറയുന്ന കാര്യം. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ തന്നെ വർഗത്തിൽപ്പെട്ട, വിഭാഗത്തിൽപ്പെട്ട, നിങ്ങളുടെ തന്നെ സ്പീഷീസിൽപ്പെട്ട ഇണകളെ നിങ്ങൾക്ക് അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നത്, അത് സക്കീനത്ത് നേടുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഒരുപക്ഷെ വിശാലമായ അർത്ഥതലങ്ങളിൽ വിലയിരുത്തപ്പെടാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ഈ സക്കീനത്ത് എന്ന് പറയുന്നത്. ലിതസ്കുനു ഇലൈഹ, അവളിൽ നിങ്ങൾ ശാന്തി കണ്ടെത്തുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ കുടുംബം എന്ന ആ ഒരു അനുഭവത്തിലാണ് മനുഷ്യൻ അള്ളാഹു ഒരു മനസ്സിന്റെ ഒരു ആങ്കറേജ് വെച്ചിട്ടുള്ളത്. മനസ്സിന്റെ വ്യതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ കുറവുണ്ടാവും. അതൊക്കെ വല്ലാതെ ഒന്ന് തണുത്ത് ആറി ഈ വിഷമങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയൊക്കെ വരും. അത് അതിന്റെ സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു തലമാണ്. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുക്കിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ നമ്മൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ ഒരുപാട് അങ്ങ് കുറയും. അപ്പൊ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. എവിടെയെങ്കിലുമൊക്കെ യാത്രയിലൊക്കെ ആവുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കുന്ന എങ്ങനെങ്കിലും വീട്ടിലെത്തുക എന്നുള്ളതാണ്, കുടുംബത്തിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ് ആദ്യം ആലോചിക്കുക. ഇത് സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു തലാണ്. ഇതല്ലാത്ത ലൈംഗിക ശാസ്ത്ര പരമായ ഒരു തലം അതിനുണ്ട് തീർച്ചയായിട്ടും. പുരുഷന് സ്ത്രീയും, സ്ത്രീക്ക് പുരുഷനും അവർക്ക് ഇണചേരുകയും ഒന്നാവുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അതിനെ തുടർന്ന് അനുഭവിക്കുന്ന ഒരു മനഃശാന്തിയുണ്ട്. അത് സംഭവിക്കാതിരിക്കുമ്പോൾ മനുഷ്യന് ഒരുപാട് അസ്വസ്ഥതകൾ അങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. പലപ്പോഴും മനുഷ്യന്റെ നോർമൽസി നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തില് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ അതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ആളുകള് തീർത്തും നിയന്ത്രണ വിധേയമല്ലാത്ത വിധത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ കാണിക്കുക, ദേഷ്യപ്പെടുക, അസ്വസ്ഥത പ്രകടിപ്പിക്കുക, ഇങ്ങനെ കുറെ വിഷയങ്ങള് ഈ സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും മനഃശാന്തി കണ്ടെത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാതെയാവുമ്പോൾ ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ടാവും. ഇത് സക്കീനത്ത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ അള്ളാഹു മനുഷ്യന്, ആണിനും പെണ്ണിനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു മനസ്സിന്റെ കുളിരണിയലുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ശാന്തി അടയലുണ്ട്. അത് ലൈംഗികാനുഭവങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഒരു മനസ്സമാധാനവും ശാന്തിയും ഒക്കെയാണ്. ഈ ഒരു കാര്യം സക്കീനത്ത് എന്ന് ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞതിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടാതെ കുടുംബം എന്ന ഒരു സാന്നിധ്യം തന്നെ മനുഷ്യന് വലിയ ആശ്വാസവും സമാധാനവും ശാന്തിയും ഒക്കെ പകരുന്ന ഒരു സംഗതിയാണ്. അത്
ആ നിലക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള കുടുംബത്തിനാണ് അത് വേണ്ട വിധത്തിൽ ഫലപ്രദമാവുക. അല്ലാത്ത അവസ്ഥകളിൽ അതിനൊക്കെ വിഘ്നം സംഭവിക്കുന്നുണ്ടാവും, വിള്ളൽ ഉണ്ടാവുന്നുണ്ടാവും, പോരായികകൾ സംഭവിക്കുന്നുണ്ടാവും. എന്തായാലും അള്ളാഹു മനുഷ്യന് വേണ്ടി സംവിധാനിച്ചു വെച്ചിട്ടുള്ളതാണ് ഈ സ്ത്രീ പുരുഷ ആകർഷകത്വം എന്ന വിഷയം. അപ്പോ അവർക്കിടയില് ജഅല ബൈനക്കും, നിങ്ങൾക്കിടയിൽ അവൻ മവദ്ദത്തും റഹ്മത്തും സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ തുറന്നു പറയുന്നത്. സ്നേഹമാണ്, പ്രണയമാണ്, അതുപോലെ ശാരീരികമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു വെമ്പലാണ്. ഇതൊക്കെയാണ് മവദ്ദത്ത്. റഹ്മത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വാഭാവികമായി വന്നു ചേരുന്ന പിൽക്കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു കാരുണ്യവും കൃപാവായ്പും ഒക്കെയാണ്. അയാളെ കൊണ്ട് എനിക്ക് ഇപ്പോഴും ഒരു ഉപകാരവും ഇല്ല, പിന്നെ എന്തിനാ ഞാൻ അയാളെ നോക്കിക്കൊണ്ട് അങ്ങനെ വെറുതെ സമയം കളയുന്നു എന്ന് ഒരു പെണ്ണ് ആലോചിക്കുന്നില്ല. അങ്ങനെ ആലോചിക്കാതിരിക്കുന്നത് അയാളുമായുള്ള ബന്ധത്തില് നേരത്തെ അവർക്കുണ്ടായിരുന്ന ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ആ കംഫർട്ട് മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു അനുകമ്പയും ഒരു പരിഗണന നൽകാനുള്ള ഒരു തോന്നലും ഒരു കാരുണ്യവും അങ്ങനെ ഒരു ആർദ്രതയും അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി ഉണ്ടായി വരുന്നതിന്റെ ഒരു പ്രതലം അതാണ്. അപ്പോ മവദ്ദത്തും റഹ്മത്തും അവർക്കിടയിൽ നാം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു തുറന്നു പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ ഒരു കാര്യത്തില് തീർച്ചയായിട്ടും ആലോചനയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതില് വലിയ ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. ഇത് താനെ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയല്ല. ഒരു പെരിച്ചാഴിയും ഒരു കുറുക്കനും സമീപ പ്രദേശങ്ങളില് നൂറ്റാണ്ടുകളോളം ജീവിച്ചാൽ പോലും അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉടലെടുക്കുന്നില്ലല്ലോ. അവര് തമ്മിൽ അങ്ങനെ ഒരു ആകർഷണം ഉണ്ടായി വരുന്നില്ല. അവർക്കിടയിൽ ഒരു മവദ്ദത്തും റഹ്മത്തും വർക്ക് ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ അത് അള്ളാഹു സൃഷ്ടിച്ചെടുത്തേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മവദ്ദത്തും റഹ്മത്തും ഉണ്ടാവണം എന്ന വിധത്തില് ഒരു സ്പീഷീസിലെ രണ്ട് വർഗങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അട്രാക്ഷൻ അള്ളാഹു ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അത് പ്രവർത്തനക്ഷമാവുന്നത്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ ചൈൽഡ്ഹുഡില് ഈ മവദ്ദത്തും റഹ്മത്തും എന്നത്, സ്ത്രീ പുരുഷ ആകർഷണം എന്നത് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടില്ലാത്തൊരു കാലം എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. കേവലം ഒരു സൗഹൃദം ചെറുതായിട്ടൊക്കെ അന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവും. കുട്ടികളെ നിരീക്ഷിച്ചാൽ മതി. അവർക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അങ്ങനെ ഒരു ഇന്റിമസിയുടെ ഒരു സെൻസ്, ഒരു ഇമോഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. വാർദ്ധക്യത്തിലെത്തിയ അവസ്ഥയിൽ ഇത് ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെ ഒരു അനുഭവം റിക്വയർമെന്റ് തന്നെ ഇല്ലാതായി മാറിയിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹു ഇത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഒരു മനുഷ്യന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടം മുതൽ ഒരു പ്രത്യേക ഘട്ടം വരെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന വിധത്തിലാണ് അള്ളാഹു അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ കാലത്ത് അത് വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും ആ ഒരു ഫാക്ടർ. ഇത് അള്ളാഹു നിക്ഷേപിക്കാത്തടത്ത് പ്രവർത്തിക്കുന്നുമില്ല. നമ്മള് അങ്ങനെ എത്രയോ ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കാക്ക കൂടുണ്ടാക്കി താമസിക്കുന്നത് കാക്കയുടെ ആണും പെണ്ണും ഇണകളായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്താ ഇത് കാക്കയും വല്ല മയിലും അങ്ങനെ കൂടുണ്ടാക്കി താമസിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണത്? കാക്കയും മയിലും തമ്മിൽ അങ്ങനെ ഒരു മവദ്ദത്തും റഹ്മത്തും അള്ളാഹ് സ്ഥാപിച്ചിട്ടില്ല എന്നത് കൊണ്ടാണ്. ഇതേപോലെ മനുഷ്യനും വേറെ ജീവിയും തമ്മിൽ നമ്മൾ അങ്ങനെ നിരീക്ഷിച്ചാല് അങ്ങനെ ഒരു പാഷനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല എന്നത്, നിലനിൽക്കുന്നില്ല എന്നത് കാണാൻ കഴിയും. അപ്പൊ ഇത് മവദ്ദത്തും റഹ്മത്തും സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അള്ളാഹു സ്ഥാപിച്ചു വെച്ചു എന്നത് അള്ളാഹു അവരോടുള്ള ഒരു കാരുണ്യം എന്ന നിലയ്ക്ക് ചെയ്തിട്ടുള്ള അത്യത്ഭുതകരമായ ഒരു പ്രതിഭാസം തന്നെയാണ്. ഈ കാര്യത്തില് ആലോചനയുള്ള ചിന്തയുള്ള ഫിക്ർ ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് അതില് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ഉൽപ്പത്തി എന്നത് വളരെ ആകസ്മികമായി താനെ ഉണ്ടായ ഒരു സംഗതി അല്ല എന്നതാണ്.
ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്, ആസൂത്രകനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ പ്രവർത്തനക്ഷമമാവുന്നതും മനുഷ്യർക്ക് ഇടയിൽ ആണിനും പെണ്ണിനും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകുന്നതും അവര് വിവാഹിതരാകാൻ പ്രേരിതരാവുന്നതും. ഈ വിവാഹം തന്നെ ഒരു സാമൂഹ്യ സംവിധാനത്തിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ടുള്ളതല്ല എങ്കിലും ഇത് പ്രവർത്തനക്ഷമാവില്ല. അത് വളരെ കടുത്ത സംഘർഷങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. ഒരു സംസ്കാരമോ നാഗരികതയോ ഉണ്ടായി വരാൻ ആണും പെണ്ണും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായത് കൊണ്ട് സാധിക്കില്ല. ആണും പെണ്ണും തമ്മിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലും പരസ്പരം അനുഭവപ്പെടുന്ന പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലുമുള്ള ഒരു ബന്ധം ഉണ്ടായി വരുമ്പോഴാണ് അത് ഒരു നാഗരികതക്ക് കാരണമായി, ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായി, ഒരു സംസ്കാരം ഉണ്ടായി വരുന്നതിന് കാരണമായി ഒക്കെ വർത്തിക്കുക. അതല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്നപ്പോ ഒരു ഇപ്പൊ നമ്മുടെ നാട്ടില് തന്നെ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന ഒരു സംസ്കാരം. ലിവിങ് ടുഗെദർ എന്നുള്ള സംസ്കാരത്തില് ഇപ്പൊ ആണും പെണ്ണും ഉണ്ടല്ലോ. എന്നാൽ അതിൽ അമ്മായിയും അമ്മാവനും ഒക്കെ ഉണ്ടോ? അതുപോലെ കസിനും അതുപോലെ നെവ്യും ഒക്കെ ഉണ്ടോ? ഗ്രാൻഡ് മദറും ഗ്രാൻഡ് പായും ഒക്കെ ഉണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. ലിവിങ് ടുഗെദർ കപ്പിളില് ഇല്ല. ആ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ കുടുംബ ബന്ധങ്ങള് പൂർണ്ണമായി ശിഥിലമാവുകയാണ് അതില്. അമ്മായി ഇല്ല, അമ്മാവനില്ല, അമ്മാവന്റെ മകനില്ല, അമ്മായിയുടെ മകളില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അതുണ്ടാവുന്നത് വിവാഹത്തിലൂടെയാണ്. ലിവിങ് ടുഗെദർ ആയി ഒരു ആണും പെണ്ണും ഒരുമിച്ച് എത്ര കാലം ജീവിച്ചിരുന്നാലും അത് ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളുടെ നൈർമല്യം സൃഷ്ടിക്കുന്ന ഒരുപാട് ആസ്പെക്ട്സ് തരുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ കല്യാണത്തിൽ വിളിക്കലില്ല, ഹൗസ് വാമിങ്ങിന് വിളിക്കലില്ല, പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനെ കാണാനോ കുട്ടീനെ കാണാനോ പോകുന്ന പരിപാടി ഇല്ല. കുടുംബ ബന്ധങ്ങള് വർക്ക് ചെയ്യണത് ഇങ്ങനെ കുറെ തലങ്ങളിലാണല്ലോ. അതൊന്നും ഉണ്ടാവില്ല ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ആണ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ. അപ്പൊ അത് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് ആലോചിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതില് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഇതിന്റെ പിന്നില് വളരെ ഗംഭീരമായ ആസൂത്രണം നിർവഹിച്ചിട്ടുള്ള ഒരു ആസൂത്രകനുണ്ട് എന്നത് മനുഷ്യന് ബോധ്യപ്പെടാൻ ഈ സംഗതി തന്നെ ധാരാളം മതിയായതാണ് എന്നതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സൂചന. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.